ഇത് ഓൺട്രപ്രനർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് സംരംഭകത്വത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ട കണ്ടന്റുകൾ നമ്മൾ എടുത്തിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ 2022-23 സാമ്പത്തിക വർഷത്തിൽ 1,00,000 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു കൈപ്പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപാട് നല്ല കണ്ടന്റുകൾ ഈ ഒരു പുസ്തകത്തിനകത്തുണ്ട്. അപ്പോൾ അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ഒരു വീഡിയോ സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ സംരംഭകത്വത്തിന് താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി നല്ല ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോ വേർഷനായിട്ട് നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സ് കണ്ടന്റിലേക്ക് കടന്നാലോ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടാണ് അല്ലേ? ഇന്ന് നമ്മൾ എടുക്കുന്ന പല ഡിസിഷൻസും ആണ് നാളെ നമ്മൾ എവിടെയായിരിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമുക്ക് ഏത് കുടുംബത്തിൽ ഏത് മാതാപിതാക്കൾ സെലക്ട് ചെയ്തിട്ട് ജീവിക്കണം എന്നുള്ളതൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സ്വന്തം നെയിം തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ നമുക്ക് നമ്മുടെ കരിയർ സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഭൂരിഭാഗവും നമ്മുടെ കരിയർ ഏതെങ്കിലും ഒരു ജോലി ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ചിലരാവട്ടെ അതൊരു സംരംഭമാവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളീയ യുവത്വം കുറച്ചും കൂടി ഒരു സ്ഥിര വരുമാനമുള്ള ജോലി എന്നതിനപ്പുറത്തേക്ക് ഒരു സംരംഭകരാകാനായിട്ടുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ സംരംഭകത്വത്തിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന 3 പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്ഥിര വരുമാനമുള്ളൊരു ജോലി എന്നതിനപ്പുറം സ്വന്തമായി ഒരു സംരംഭം എന്നതിന് പ്രസക്തി ഏറെയാണ്. എന്നാൽ ഭൂരിഭാഗം മലയാളികൾക്കും എല്ലാ പരിപാടിയും നഷ്ടപ്പെടുമ്പോഴുള്ള അവസാനത്തെ അത്താണിയാണ് സംരംഭകത്വം എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാലോ, എത്രയോ പ്രവാസികളാണ് തിരിച്ചു വന്നിട്ട് നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടൊന്ന് തുടങ്ങാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്ത് അവസാനം നമ്മളെത്തുന്ന ഒരു ഓപ്ഷനായിട്ടും പലപ്പോഴും സംരംഭകത്വം മാറാറുണ്ട്. അപ്പോൾ എന്നാൽ അതിനും എത്രയോ അപ്പുറം മൂല്യമുള്ള ഒന്നാണ് സംരംഭകത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളൊരു സംരംഭകനായി മാറേണ്ടതിന് പ്രസക്തമായ 3 കാരണങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വ്യക്തിപരമായ സാമ്പത്തിക ഉന്നമനത്വമാണ്. അതായത് നമുക്ക് കുറച്ചുകൂടി ഒരു ഉയർന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ്സിലേക്ക് മാറുന്ന രീതിയിലേക്ക് നമുക്ക് ഓൺട്രപ്രണർഷിപ്പ് സഹായകരമാവും, ഗിവൺ ദാറ്റ് നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉള്ളതും പോകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ അതിനും പോസിറ്റീവായിട്ടുള്ള വശമുണ്ട്, നെഗറ്റീവായിട്ടുള്ള വശമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട് സംരംഭകത്വം സാധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഒരു സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിലുള്ള ജോലിയോ ഉണ്ടോ ആർക്കും തന്നെ ഉയർന്ന ഒരു സാമ്പത്തിക നിലവാരത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ മുന്തിയ വാഹനമോ അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള വീടോ ഉന്നതമായ ജീവിത സാഹചര്യങ്ങളോ ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ പോവേണ്ട പാത എന്ന് പറയുന്നത് സംരംഭകത്വത്തിൻ്റെ തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തലമുറകൾക്കായിട്ടുള്ള നിക്ഷേപം എന്ന രീതിയിൽ നമ്മൾ ഓൺട്രപ്രണർഷിപ്പിനെ അപ്രോച്ച് ചെയ്യുന്നതാണ്. അതായത് എത്ര വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനായാലും അവർ വിരമിക്കുന്ന സമയത്ത് തങ്ങളുടെ മക്കളെ ആ ഒരു സ്ഥാനത്തിലേക്ക് ഇരുത്തുവാനായിട്ട് സാധിക്കുന്നതല്ല. എന്നാൽ നമുക്കൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മക്കളെ ആ ഒരു ബിസിനസ്സിലേക്ക് ആ ഒരു സാമ്രാജ്യം ഏറ്റെടുക്കുന്നതിനായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ തങ്ങളുടെ മാതാപിതാക്കൾ തുടങ്ങിയതായ ബിസിനസ് സാമ്രാജ്യം വിജയകരമായി നടത്തിക്കൊണ്ട് പോകുന്ന എത്രയോ സംരംഭകരുണ്ട് ഇവിടെ അല്ലേ? നമ്മുടെ മക്കൾക്കായിട്ടുള്ള നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് നല്ലൊരു സംരംഭകത്വം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാടിൻ്റെ വികസനമാണ്. അതായത് ഒരു വ്യക്തി സംരംഭകനായി മാറുമ്പോൾ ഒന്നിലധികം പേർക്ക് തൊഴിൽ നൽകുന്നതിനപ്പുറം സംഭവിക്കുന്ന വേറൊരു കാര്യമാണ് ഒരു സംരംഭത്തിനെ അധികരിച്ചിട്ട് ചുറ്റും നിരവധി സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള അനുബന്ധ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കപ്പെടുന്നത് കൊണ്ട് ഒരു സംരംഭം ആരംഭിക്കുന്ന വ്യക്തി ഒരു നാടിൻ്റെ മുഖച്ഛായ തന്നെയാണ് മാറ്റുന്നത്. അതായത് ഒരു ബിസിനസ് തുടങ്ങുന്നു, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെയുള്ള മറ്റ് ബിസിനസ്സുകളും പലയിടങ്ങളായിട്ട് ഫോം ആവുന്നു എന്നുള്ളത് നമ്മുടെ നാടിനെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിലവിൽ കേരളത്തിൽ ഒരു സംരംഭം ആരംഭിക്കുവാൻ സാധ്യതയുള്ള മേഖലകൾ ഒരുപാടാണ്. ഭക്ഷ്യ സംസ്കരണം, അതായത് ഫുഡ് പ്രോസസ്സിങ്, പിന്നെ അതുപോലെ തന്നെ ഗാർമെൻറ്റ് മാനുഫാക്ചറിങ്, അതൊക്കെ ആണ് മെയിനായിട്ട് മുന്നിട്ട് നിൽക്കുന്ന കുറച്ച് ഏരിയകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൂറിസം രംഗത്തും നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെഷനിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു സംരംഭം ആരംഭിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്.
നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലൂടെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പം സ്വന്തമായിട്ടൊരു സംരംഭം ആരംഭിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താണ്? നമ്മൾ ക്യാഷ് എന്നായിരിക്കും കുറേ പേരുടെയൊക്കെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനെല്ലാം മുമ്പായിട്ട് നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. സാഹചര്യങ്ങളെ മനസ്സിലാക്കാനായിട്ടും അതിനനുസരിച്ചിട്ട് മാറാനും കഴിവുള്ളവർക്കേ നമുക്ക് ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാസ്കിൽ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളോട് എത്ര വേഗത്തിൽ നമുക്ക് പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നോ അത്രയും തന്നെ നല്ലതായിരിക്കും. നമുക്കൊരു ബിസിനസ് വളർത്തിയെടുക്കാൻ പറ്റുന്ന അനുകൂല സാഹചര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും മൂലധനം ഉണ്ട് എന്നുണ്ടെങ്കിലും ആത്മവിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പരാജയമായിരിക്കും അതിൻ്റെ ഫലം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഒരു സംരംഭം ആരംഭിക്കുക? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സംരംഭം എത്ര തരത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ ഏതൊരു സംരംഭം എടുത്തു കഴിഞ്ഞാലും നമുക്കതിനെ 3 ഗ്രൂപ്പുകളിലായിട്ട് തിരിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഈ ഒരു ചാനൽ ആരംഭിച്ച സമയത്ത് തന്നെ പല വീഡിയോസിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കമൻസ് വരാറുണ്ട്. എന്താണ് ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീറ്റെയിലിംഗ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൂടിയാണിത്. ഇപ്പം നമ്മളെ വ്യവസായങ്ങൾ നമുക്ക് 3 തരത്തിലായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തേതാണ് ഉൽപാദന വ്യവസായം, അതായത് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു അസംസ്കൃത വസ്തു, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ റോ മെറ്റീരിയൽ എന്ന് പറയുമല്ലോ, അത് എങ്ങനെയാണ് ഒരു ഉൽപ്പന്നമായിട്ട് മാറുന്നത്, അതിനെയാണ് നമ്മളൊരു മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഷർട്ട് ഉണ്ടാക്കുന്നതോ ഒക്കെ അതിന് ഉദാഹരണമാണ്. അതായത് മാനുഫാക്ചറിങ് ബിസിനസ്സാണ്. ഇതിനി കൂടുതൽ ഉദാഹരണങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് ബിസിനസ്സിന് താഴെ വരുന്നതാണ് നമ്മുടെ ഫുഡ് ബിസിനസ്സുകളല്ലാതും. അതായത് റോ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് വിൽക്കുന്നു. അത് ഒരു മാനുഫാക്ചറിങ് ബിസിനസ്സാണ്. ഹോട്ടൽ ബിസിനസ് ഇതിനകത്ത് പെടില്ല, കാരണം അതിനകത്ത് സർവീസും കൂടെ ഇൻക്ലൂഡഡ് ആണ്, സേവനം ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇത് സെർവ് ചെയ്യുന്നത് നടക്കുന്നുണ്ട്, കുക്ക് ചെയ്ത് അത് സെർവ് ചെയ്ത് അങ്ങനെയാണല്ലോ അത് ഫുൾഫിൽ ആവുന്നത്. അപ്പം ഹോട്ടൽ ബിസിനസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റും അതുപോലെ തന്നെ സേവനവും രണ്ടും കൂടെ വരുന്നതാണ്. പ്രൊഡക്റ്റും സർവീസും വരുന്ന ഒരു ബിസിനസ്സാണ് ഹോട്ടൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് സേവന സംരംഭങ്ങൾ, അതായത് സർവീസ് ബേസ്ഡ് ആയിട്ടുള്ളത്. മറ്റൊരാൾക്ക് അറിയാത്തതോ അല്ലെങ്കിൽ സമയ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നതോ ആയിട്ടുള്ള ബിസിനസ്സാണ് ഈ ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ്സിൽ വരുന്നത്. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ തയ്യൽ കട, ടൈലറിങ് ഷോപ്പ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. എന്നാൽ ഒരു ലേഡീസ് സ്റ്റോറോ അല്ലെങ്കിൽ ഒരു പലചരക്ക് കടയോ ഒക്കെ വരുന്നത് ട്രേഡിംഗ് എന്ന വിഭാഗത്തിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു പലചരക്ക് കടയിൽ എന്താണ് സംഭവിക്കുന്നത്? അവർ പലചരക്ക് കടയിൽ അവരായിട്ടൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. മെയിനായിട്ട് അവരെന്താണ് ചെയ്യുന്നത്, പല ബ്രാൻഡ്സിലുള്ള പലതരം പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ട് അത് ഒരു റീറ്റെയിലിംഗ് വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് അവരുടെ എന്താണ് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവർ ഏത് തരം ബിസിനസ്സിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻ കേസ് ഒരു ഷോപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണ്, ഒരു ഷോപ്പ് അതിൻ്റെ ബാക്ക് എൻഡിൽ അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കോക്കനട്ട് ഓയിലാണ് അവർ സെല് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഏതിലായിരിക്കും വരുന്നുണ്ടാവുക? അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കോക്കനട്ട് ഓയിൽ വിൽക്കുന്ന ഷോപ്പ്, അവരുടെ സ്വന്തം ബ്രാൻഡിലുള്ള ഈ ഒരു കോക്കനട്ട് ഓയിൽ വിൽക്കുന്ന ഷോപ്പ് ഏത് കാറ്റഗറിയിലാണ് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് താഴെ നിന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക്. ഒരു സംരംഭം ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടത് തൻ്റെ സംരംഭം ഏതിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംരംഭം ആരംഭിക്കാൻ ആദ്യം വേണ്ടത് എന്താണ് എന്ന ചോദ്യത്തിന് ബഹുഭൂരിപക്ഷം പേരുടെയും ഉത്തരം പണം എന്ന് തന്നെയായിരിക്കും. എന്നാൽ ഒരു സംരംഭത്തിന് പ്രധാനമായും 5 M ആണ് ഉള്ളത്. അപ്പോൾ ആ 5 Mകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ M എന്ന് പറയുന്നത് മെൻ ആണ്. മെൻ എന്നാൽ സംരംഭകനും തൻ്റെ ജീവനക്കാരുമാണ്. ബേസിക്കലി ഒരു ബിസിനസ്സിലെ ഹ്യൂമൻ റിസോഴ്സിനെയാണ് നമ്മൾ ഈ ഒരു മെൻ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത്തെ M എന്ന് പറയുന്നത് മണിയാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ക്യാപിറ്റലും അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എല്ലാം ഈ ഒരു മണിയുടെ താഴെയാണ് വരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഷീനറിയാണ്. ഒരു സംരംഭം നടത്തിക്കൊണ്ടുപോകാനായിട്ട് ആവശ്യമായി വരുന്ന മെഷീനറികൾ, അത് ചെറുത് മുതൽ വലുത് വരെ എന്തൊക്കെയാണോ അതിനെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മെറ്റീരിയലാണ്. അത് റോ മെറ്റീരിയൽസ് ആയിരിക്കാം. നമ്മുടെ സംരംഭത്തിൻ്റെ പ്രവൃത്തികളെല്ലാം കഴിഞ്ഞ് ഫൈനൽ ഔട്ട്പുട്ട് മാർക്കറ്റിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരും. അഞ്ചാമത്തേതെന്ന് പറയുന്നത് മാർക്കറ്റാണ്, നമ്മുടെ വിപണി.
തൻ്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം വിറ്റഴിക്കപ്പെടേണ്ട വിപണി എന്താണ് എന്നുള്ളത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര പണം ഉണ്ടെങ്കിലും വിപണി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുക തന്നെ ചെയ്യും. ആയതിനാൽ തന്നെ ഒരു സംരംഭത്തിന് പരമപ്രധാനമായി വേണ്ടുന്നത് മാർക്കറ്റാണ്. നമ്മുടെ മാർക്കറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ പണം നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അതായത് നമുക്ക് ലോൺസും കാര്യങ്ങളെല്ലാം ഫൈനാൻഷ്യൽ എയ്ഡൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു സർവീസിന് മാർക്കറ്റ് ഉണ്ട്, എനിക്കത് പ്രോഫിറ്റബിൾ ആക്കിയിട്ട് ഈ ഒരു ലോൺ എടുക്കുന്ന എമൗണ്ട് തിരിച്ച് അടക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു മാർക്കറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ മാർക്കറ്റ് എന്നാൽ സംരംഭകാശയം എന്നതാണ്. ഒരു സംരംഭം ആരംഭിക്കുന്നതിന് നിരവധി കടമ്പകളുണ്ട്. അപ്പോൾ ആ കടമ്പകളൊക്കെ നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ് നിങ്ങളുടെ സൗകര്യത്തിനായിട്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ജനറേറ്റ് ബിസിനസ് ഐഡിയാസ് എന്നുള്ളതാണ്. അതായത് നിരവധി സംരംഭാശയങ്ങൾ നിങ്ങൾ രൂപവൽക്കരിക്കുക എന്നുള്ളത്. ഒരു സംരംഭാശയം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ എന്നുള്ളത് എവിടെ നിന്നും നമുക്ക് ലഭിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു വസ്തുവിനെ ഉദാഹരണമായി എടുത്തുകൊണ്ട് നിരവധി ആശയങ്ങൾ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഉദാഹരണമായിട്ട് തുണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ച് നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ തയ്യൽക്കട പോലെയുള്ള സേവന സംരംഭങ്ങളോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ പോലെയുള്ള ട്രേഡിംഗ് സ്ഥാപനങ്ങളോ ആരംഭിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ്, അതായത് തുണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനുഫാക്ചറിങ്ങിലും അതുപോലെ ട്രേഡിങ്ങിലും അതുപോലെ തന്നെ സർവീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലും നിങ്ങൾക്ക് ബിസിനസ്സുകൾ രൂപവൽക്കരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന ബിസിനസ്സാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഫൈനലി അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ പ്രശ്നങ്ങളിലൂടെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിരവധി ആശയങ്ങൾ പിറവെടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഉൽപ്പന്നവും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പോലെ തന്നെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ബിസിനസ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയിട്ട്, അതായത് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ആശയം രൂപവൽക്കരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിരവധി ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരാം. അപ്പോൾ ഇവയെല്ലാം ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക ഐഡിയാസ് എന്നുള്ളത്. അപ്പോൾ പ്രായോഗികമായത് മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു സമീപനമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. പ്രാക്ടിക്കലി നമുക്ക് എന്തൊക്കെ പോസിബിൾ ആകുന്നു ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നേരത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച കുറച്ച് ആശയങ്ങളുണ്ടല്ലോ, ബിസിനസ് ഐഡിയാസ് ഉണ്ടല്ലോ, അതിൽ നിങ്ങളൊരു പ്രൈമറി റിസർച്ച്, അതായത് ഒരു പ്രാഥമിക ഗവേഷണം നടത്തുക എന്നുള്ളതാണ്. കയ്യിലുള്ള ഓരോ ആശയത്തിനും അനുയോജ്യമായ വിദഗ്ധരെ കണ്ടെത്തുകയും അവരോട് നിങ്ങൾ അഭിപ്രായം ആരായുകയും ചെയ്യുക. അതായത് കുറച്ച് എക്സ്പേർട്സിനോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് അറിവുണ്ട് എന്ന് തോന്നുന്ന നിങ്ങൾക്ക് റീച്ചബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെടുത്ത് നിങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ആശയം വർക്കൗട്ട് ആവാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് മാർക്കറ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവും. ഇപ്പം നിങ്ങളുടെ ഓരോ ബിസിനസ് ഐഡിയാസിനെ പറ്റിയിട്ടും വിപണി പഠനം നടത്തുക, അതായത് ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തുക. ആവശ്യം വേണ്ടതായ യന്ത്ര സാമഗ്രികൾ, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി പോലെയുള്ള ഐറ്റംസിനെ പറ്റിയിട്ട് നമ്മളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ഇനി അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കളെ പറ്റി അറിയുക, അതായത് റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യം വരിക എന്നുള്ളത് തന്നെ ഓരോ ബിസിനസ്സിനും നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ എത്രമാത്രം മൂലധനമായിരിക്കും ഓരോന്നിനും ആവശ്യമായിട്ട് വരിക എന്നുള്ളതും നിങ്ങൾ നോക്കുക. പിന്നെ ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക വിദ്യ ആവശ്യമായ സംരംഭങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓരോ ആശയത്തെയും, അതായത് ഓരോ ബിസിനസ് ഐഡിയാസും നിങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുക, അതായത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം സമൂഹത്തിലുണ്ടോ, അതായത് ഈ ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾ വർക്കൗട്ട് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യം നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തുക. അതുപോലെ തന്നെ ഇത് സാമ്പത്തികമായിട്ട് നമുക്ക് വിജയകരമായിരിക്കുമോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. അതുപോലെ പരിസ്ഥിതിക്ക് ഇത് ഹാനികരമായിട്ട് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പിൽ ചിന്തിക്കേണ്ടതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, വ്യക്തമായ പഠനത്തിന് ശേഷം ഏറ്റവും അനുയോജ്യമായ ഒരു ഐഡിയ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്,
നമ്മൾ ഫൈനലി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഐഡിയയുടെ മുകളിൽ നിങ്ങളൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ബിസിനസ് ആരംഭിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത്, അതിന് കാരണമായ പ്രശ്നം എന്താണ്, അതിന് പരിഹാരം നമ്മൾ മുമ്പിൽ കാണുന്ന വിപണി എന്താണെന്നുള്ളതും, മൂലധനം കണ്ടെത്താനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മാർഗ്ഗം എന്താണെന്നുള്ളതും, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്നുള്ളതും, അതുപോലെ തന്നെ റവന്യൂ മോഡൽ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു ബിസിനസ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇനി 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്സിഡി സ്കീമുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. കേന്ദ്ര അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾ വിവിധങ്ങളായിട്ടുള്ള സബ്സിഡി സ്കീമുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്സിഡിയുടെ ബെനിഫിറ്റോട് കൂടി തന്നെ നിങ്ങളുടെ ബിസിനസ് ലോഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതുപോലെയുള്ള സബ്സിഡി സ്കീമുകളെ പറ്റി അറിയാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ DIC അതായത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇനി 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത ആശയങ്ങളുമായിട്ട് വിദഗ്ധരുമായിട്ട് ചർച്ച നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രൊവൈഡ് ചെയ്യുന്നവരായിട്ടോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നവരായിട്ടൊക്കെ ഇതുപോലെയുള്ള ഡിസ്കഷൻസ് നടത്താവുന്നതാണ്. അവർക്കൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും. കാരണം അവർ ഈ ഒരു മേഖലയിൽ ഓൾറെഡി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പലതും ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിലവിലെ അവസ്ഥ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അവർക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തൻ്റെ സംരംഭത്തിന് എത്രമാത്രം മൂലധനം ആവശ്യമുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ്. അതായത് പ്രവർത്തന മൂലധനം, വർക്കിംഗ് ക്യാപിറ്റലായിട്ട് എത്ര എമൗണ്ട് നമുക്ക് വേണ്ടി വരും, ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള എല്ലാം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സംരംഭകൻ നേടേണ്ടതായിട്ടുള്ള വിവിധ തരം ലൈസൻസുകളും രജിസ്ട്രേഷനുകളും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പിൽ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് ഈ ഒരു ആവശ്യത്തിനായിട്ട് സന്ദർശിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതും ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി 11ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് സ്ട്രക്ചർ എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതായത് ഒരു സംരംഭത്തിന് വിവിധങ്ങളായിട്ടുള്ള ഉടമസ്ഥതാ രൂപങ്ങളുണ്ട്. ഒരാൾ മാത്രം ഫോം ചെയ്യുന്ന ബിസിനസ്സിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. ഇനി അതല്ല, ഒന്നിൽ കൂടുതൽ പേരുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിൽ ഫോം ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ബിസിനസ്സിന് ഏതാണ് ഏറ്റവും അനുയോജ്യം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരാൾ മാത്രമുള്ള സംരംഭം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊപ്രൈറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംരംഭകന് ഇത് തൻ്റെ സ്ഥാപനം ഏകാംഗ കമ്പനിയായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആയിട്ടോ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടോ ഒക്കെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരിക എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇനി 12ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സംരംഭത്തിനൊരു പേര് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് മാത്രമല്ല ഉൽപ്പന്നത്തിനും സർവീസിനും ഒക്കെ ജനമനസ്സുകളിൽ ഇടം പിടിക്കുന്ന തരത്തിലുള്ള ഒരു പേര് നിങ്ങൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പേറ്റന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനെ പറ്റിയിട്ടും നിങ്ങൾ ധാരണ ഉണ്ടാക്കി വെക്കുക. നിങ്ങളുടെ പേര് നാളെ ഇതേ ബ്രാൻഡിൽ ഇതേ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് വിപണിയിൽ വേറൊരു പ്രൊഡക്റ്റ് ഇറങ്ങാതിരിക്കാനായിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾ ട്രേഡ് മാർക്ക് എടുത്ത് വെക്കേണ്ടത് അത്യാവശ്യമായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ബിസിനസ്സിന് എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിന് ഡിപ്പെൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ വിലയിരുത്തുക, അതിനുശേഷം ഡിസൈഡ് ചെയ്യാം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് തൻ്റെ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. ബിസിനസ് ലൊക്കേഷൻ നിങ്ങൾ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഉൽപ്പാദന വ്യവസായങ്ങൾക്കും അതുപോലെ സേവന ട്രേഡിംഗ് സംരംഭങ്ങൾക്കും ആവശ്യമായ സ്ഥലത്തിന് വ്യത്യസ്തമായ പ്രത്യേകതകളാണ് ഉള്ളത്. അപ്പോൾ അത് തിരിച്ചറിയുകയും അതിനനുയോജ്യമായിട്ടുള്ള സ്ഥലവും നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവസാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻസും ലൈസൻസ് എല്ലാം എടുത്തതിന് ശേഷം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ വ്യവസായ സംരംഭങ്ങളിൽ അധികവും ഭക്ഷ്യ സംസ്കരണം, എഞ്ചിനീയറിംഗ്, റബ്ബർ, റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണം, ആയുർവേദം, IT, സേവന സംരംഭങ്ങൾ മുതലായ മേഖലകളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ നിലവാരമുള്ള മാനവ വിഭവശേഷിയുടെ ലഭ്യതയും
കേരളത്തിൽ പുതുതലമുറ നൂതന സംരംഭങ്ങൾ ധാരാളം ആരംഭിക്കാനുള്ള സാധ്യത സൃഷ്ടിക്കുന്നു. കേരളത്തിലെ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേതായ വിവിധ സംരംഭക പ്രോത്സാഹന പദ്ധതികളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നു വരുന്നത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഓരോ ജില്ലകൾക്കും സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഒരു ജില്ല ഒരു ഉൽപ്പന്നം, അതായത് വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് ODOP എന്ന് പറയും. ODOP എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സബ്സിഡിയും നൽകി വരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരള സംസ്ഥാനത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ചെറുകിട വ്യവസായ മേഖല വലിയ സംഭാവനയാണ് നൽകി വരുന്നത്. വ്യാവസായികമായി മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് ജില്ലയ്ക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. ജില്ലയിൽ വ്യവസായത്തിനും വ്യാപാരത്തിനും അനുബന്ധ തൊഴിലുകൾക്കുമാണ് തൃശ്ശൂരിലെ ആഭരണ നിർമ്മാണം, ചൊവ്വൂരിലെ ഫർണിച്ചർ നിർമ്മാണം, പാരമ്പര്യ വസ്ത്രനിർമ്മാണത്തിന് ഭൗമസൂചിക പദവി ലഭിച്ച കുത്താമ്പള്ളി കൈത്തറി, കുന്നംകുളത്തെ നോട്ടുപുസ്തക നിർമ്മാണം, പ്ലാസ്റ്റിക് അധിഷ്ഠിത സംരംഭങ്ങൾ, കാർഷിക ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾ എന്നിവ ജില്ലയിലെ പ്രധാന വ്യവസായങ്ങളാണ്. ഒരു ശക്തമായ വ്യവസായ അടിത്തറ ജില്ലയിൽ ഉണ്ടാകുന്നതിന് കാരണം കേരളത്തിന്റെ കൃഷിയും പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങളുമാണ്. ജില്ലയിൽ ഗണ്യമായ മത്സ്യ വന വിഭവ ശേഖരമുണ്ട്. ഇത്തരം അസംസ്കൃത വസ്തുക്കൾ സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാവുന്നതാണ്. കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വ്യവസായം ജില്ലയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മത്സ്യമാംസം, നാളികേരം, ചക്ക, ഏത്തപ്പഴം, മരച്ചീനി എന്നിവയുടെ സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപാദനം എന്നിവയ്ക്കുള്ള സാധ്യതകൾ ജില്ലയിലുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകളായ IT, ബയോടെക്നോളജി, നാനോ ടെക്നോളജി എന്നിവയുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ സംരംഭങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് സാധിക്കും. അടിസ്ഥാന സൗകര്യം: നാഷണൽ ഹൈവേ, മികച്ച മറ്റു റോഡുകൾ, പൊതുഗതാഗതം, റെയിൽവേ കണക്ടിവിറ്റി, ഉൾനാടൻ ജലഗതാഗതം മുതലായവ തൃശ്ശൂർ ജില്ലയിൽ വ്യവസായ അനുകൂല ഘടകങ്ങളാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് ലഭിച്ചിരിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത എന്ന് പറയുന്നത്. നെല്ല്, മരച്ചീനി, വാഴപ്പഴം, നാളികേരം, പച്ചക്കറി തുടങ്ങിയ വിളകൾ, കന്നുകാലി വളർത്തൽ, കടൽ വിഭവങ്ങൾ എന്നിവ ധാരാളമായുള്ള ജില്ലയായതിനാൽ ഇത്തരം വിഭവങ്ങൾ അസംസ്കൃത വസ്തുക്കളായ സംരംഭങ്ങൾക്ക് സാധ്യത വളരെയധികമാണ്. മരത്തടി, മറ്റു വനവിഭവങ്ങൾ സുലഭമായതിനാൽ ഈ മേഖലയിൽ സംരംഭക സാധ്യത ഏറെയാണ്. ഇനി നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ പരിശീലന സ്ഥാപനങ്ങൾ പരിചയപ്പെടാം. അതിലാദ്യത്തേത് മിനി ഇൻക്യുബേഷൻ സെന്റർ ജില്ലാ വ്യവസായ കേന്ദ്രം തൃശ്ശൂരാണ്. MSMEDI അയ്യന്തോൾ, അതുപോലെ RSEDI വില്ലടം, കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, കേരള വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, കെയർ കേരളം ലിമിറ്റഡ് കൊരട്ടി, ബനാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണാറ, കാഷ്യൂ റിസർച്ച് സെന്റർ മാടക്കത്തറ, വെറ്റിനറി യൂണിവേഴ്സിറ്റി മണ്ണുത്തി, കില മുളകുന്നത്തുകാവ്, പഞ്ചകർമ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുതുരുത്തി, ജൻ ശിക്ഷൻ സംസ്ഥാൻ കൊടുങ്ങല്ലൂർ, കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കിഡ്സ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരുള്ള സ്ഥാപനം. ഇതൊക്കെ നിങ്ങൾക്ക് പരിശീലന കേന്ദ്രങ്ങളായിട്ട് ലഭ്യമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കും ട്രെയിനിങ്ങുകൾക്കും എല്ലാം ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുറച്ചെണ്ണം പരിചയപ്പെടാനാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് അത്താണി, സീതാറാം ടെക്സ്റ്റൈൽസ് പൂങ്കുന്നം, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഓഫ് കേരള ഔഷധി കുട്ടനെല്ലൂർ, കാർബറാണ്ടം യൂണിവേഴ്സിറ്റി കൊരട്ടി, അപ്പോളോ ടയേഴ്സ് പേരാമ്പ്ര, സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രീസ് ഫോർജിങ്സ് ലിമിറ്റഡ് അത്താണി, തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ വടക്കാഞ്ചേരി, നീറ്റ ജെലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് കൊരട്ടി, കേരള സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ലിമിറ്റഡ് ഇരിങ്ങാലക്കുട, കേരള ലക്ഷ്മി മിൽ പുല്ലഴി, അളഗപ്പ ടെക്സ്റ്റൈൽസ് ആമ്പല്ലൂർ, കേരള ഫീഡ്സ് ലിമിറ്റഡ് കല്ലേറ്റുങ്കര, മാള കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ പുത്തൻചിറ. അപ്പോൾ ഇതും പരിശീലന സ്ഥാപനങ്ങളാണ്, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി തൃശ്ശൂർ ജില്ലയിലെ ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജില്ലയിൽ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമായി 754 ബ്രാഞ്ചുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ പഞ്ചായത്തുകളിലും 225 പ്രാഥമിക സഹകരണ ബാങ്കുകളും പ്രവർത്തിച്ചു വരുന്നു. ഇനി തൃശ്ശൂർ ജില്ലയിലെ സംരംഭ സാധ്യതകളുള്ള ഉൽപാദന മേഖലയിലുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തേതാണ് ഭക്ഷ്യ സംസ്കരണം, പപ്പടം, ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുന്ന ഭക്ഷ്യ സംസ്കരണ മേഖലയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഐസ് പ്ലാന്റ്, വസ്ത്രനിർമ്മാണം, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുകൾ, ലൈറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റുകൾ, മെഷീനറി ഇൻഫ്രാസ്ട്രക്ചറിംഗ് യൂണിറ്റുകൾ എന്നിവ പോലെയുള്ളത്, മരാധിഷ്ഠിത വ്യവസായം,
ആയുർവേദ മരുന്ന് നിർമ്മാണം, പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ്, പ്രിന്റിംഗ്, കൈത്തറി ഉൽപ്പന്നങ്ങൾ, സ്വർണ്ണ വജ്ര ആഭരണ വ്യവസായം, മരാധിഷ്ഠിതമായിട്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ, രാമശം ഉൽപ്പന്നങ്ങൾ, തഴപ്പായ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, ഫാബ്രിക്കേഷൻ ഐറ്റംസ്, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് ഇന്റീരിയർ ഡിസൈൻ, റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ടയർ റീട്രേഡിംഗ് യൂണിറ്റുകൾ, കുപ്പിവെള്ളം അല്ലെങ്കിൽ സോഡ നിർമ്മാണ യൂണിറ്റുകൾ, സമുദ്രോൽപ്പന്നങ്ങൾ, തേൻ ഉൽപ്പന്നങ്ങൾ, അതുപോലെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റുകൾ. ഇതൊക്കെ നിലവിൽ സാധ്യതകളുള്ള ഉൽപ്പാദന മേഖലയിൽപ്പെട്ട ഐഡിയാസ് ആണ്. ഇനി സേവന മേഖലയിൽ സാധ്യതകളുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോ, അതുപോലെ തന്നെ ടൂറിസം, DTP, ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ, മൊബൈൽ ഫോൺ സർവീസ് സെൻറ്ററുകൾ, ബ്യൂട്ടി പാർലറുകൾ, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകൾ, കമ്പ്യൂട്ടർ സർവീസസും വിൽപ്പനയും, അതുപോലെ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, റീപാക്കിംഗ് യൂണിറ്റുകൾ, ആയുർവേദ റിസോർട്ട്, ഇൻഷുറൻസ് ഏജൻസീസ്, അഡ്വർടൈസ്മെൻറ്റ് ഏജൻസീസ് ഒക്കെ നിലവിൽ സ്കോപ്പുള്ള മേഖലകളാണ്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ, അവ ഉൽപ്പന്ന സേവന സംരംഭങ്ങളോ കച്ചവട സ്ഥാപനങ്ങളോ ഏതായാലും അവ ആരംഭിക്കുമ്പോൾ സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന ആവശ്യമായ അനുമതികൾ കൂടി കരസ്ഥമാക്കിയാൽ മാത്രമേ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ നൽകുന്ന 15ഓളം ലൈസൻസുകൾ സംരംഭം നേടേണ്ടതുണ്ട്. നടത്തുന്ന പ്രവർത്തനം അനുസരിച്ച് സംരംഭങ്ങളെ ഉൽപാദനം, സേവനം, കച്ചവടം എന്നിങ്ങനെ 3ആയി തരം തിരിച്ചിരിക്കുന്നു. ഇവയിൽ ഉൽപാദന സേവന സംരംഭങ്ങളുടെ സ്ഥിര മൂലധനത്തിൻ്റെയും വിറ്റുവരവിൻ്റെയും അടിസ്ഥാനത്തിൽ സൂക്ഷ്മ, മൈക്രോ, ചെറുകിട, സ്മോൾ, ഇടത്തരം, മീഡിയം സംരംഭങ്ങൾ എന്ന് തരം തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഉദ്യം രജിസ്ട്രേഷനെ പറ്റി അറിയാം. ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് കേന്ദ്ര സർക്കാർ MSME വകുപ്പിന്റെ ഉദ്യം രജിസ്ട്രേഷൻ കരസ്ഥമാക്കിയിരിക്കണം. കച്ചവട സംരംഭങ്ങൾക്കും നിലവിൽ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. www.udyamregistration.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സൗജന്യമായി രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. കൃഷി, മൃഗസംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉദ്യം രജിസ്ട്രേഷൻ ബാധകമല്ല. ആധാർ കാർഡ്, ഉടമസ്ഥന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, സ്ഥാപനം സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയുമായി അടുത്തുള്ള താലൂക്ക് വ്യവസായ ഓഫീസിൽ സമീപിച്ചാൽ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ആവശ്യക്കാർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാധകമായ വ്യവസായങ്ങൾ, അതായത് ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ബാധകമായ വ്യവസായങ്ങൾ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദന സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംരംഭങ്ങളും കച്ചവട സ്ഥാപനങ്ങൾക്കും ഇത് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ലൈസൻസ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലൈസൻസ് എന്ന് പറയുന്നത്. പ്രധാനമായും കെട്ടിട നിർമ്മാണ ആവശ്യത്തിനായിട്ടുള്ള അനുമതി, അതുപോലെ മെഷീനറി സ്ഥാപിക്കുന്നതിനായിട്ടുള്ള അനുമതി എന്നിവയൊക്കെയാണ് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കേണ്ടത്. വ്യവസായങ്ങളും ഫാക്ടറികളും വ്യാപാരങ്ങളും സംരംഭക പ്രവർത്തനങ്ങളും മറ്റു സേവനങ്ങളും എന്ന അനുമതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ കെട്ടിടങ്ങളെ A മുതൽ J വരെയായി 12 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ G1, G2 വിഭാഗങ്ങളാണ് വ്യവസായ ആവശ്യത്തിനായിട്ടുള്ള കെട്ടിടങ്ങൾ. ഗ്രൂപ്പ് F വിഭാഗത്തിലുള്ള കെട്ടിടങ്ങൾ വാണിജ്യ ആവശ്യത്തിനായിട്ടുള്ള കെട്ടിടങ്ങളാണ്. വാണിജ്യാവശ്യത്തിനായിട്ടുള്ള കെട്ടിടങ്ങളിൽ 50 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള 3 HP വരെയുള്ള ഏത് സംരംഭങ്ങളും ആരംഭിക്കാം. അതിന് മുകളിലുള്ള വ്യവസായങ്ങൾക്ക് വ്യവസായങ്ങളുടെ തരം, കെട്ടിടങ്ങളുടെ വിസ്തീർണം എന്നിവയ്ക്കനുസരിച്ച് G1, G2 വിഭാഗത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടതാണ്. വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള കെട്ടിടം നിർമ്മിക്കുമ്പോൾ അവ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ അല്ലെങ്കിൽ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ എന്നിവ പ്രകാരമാണ് നിർമ്മിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന അനുമതിക്കായിട്ട് പ്രമാണത്തിന്റെ പകർപ്പ്, കരമടച്ച രസീത്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, പ്ലാനിന്റെ കോപ്പി എന്നിവ ഓൺലൈനായിട്ട് www.buildingpermit.lstkerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അംഗീകൃത ലൈസൻസി മുഖേന സമർപ്പിക്കേണ്ടതാണ്. നിർമ്മാണം പൂർത്തിയായാൽ ഉടനെ നമ്പർ ഇടുന്നതിനുള്ള അപേക്ഷ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നൽകണം. മെഷീനറി സ്ഥാപിക്കുന്നതിനുള്ള അനുമതി, പ്രവർത്തനാനുമതി എന്നിവയ്ക്കായുള്ള അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വാടകയ്ക്കെങ്കിൽ വാടക കരാർ,
മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള അനുമതി, 100 മീറ്റർ ചുറ്റളവിലുള്ള സൈറ്റ് പ്ലാൻ, പുതിയ കെട്ടിടത്തിന് മാത്രമാണത്, എന്നിവ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ഇനി മൂന്നാമത്തെ ലൈസൻസ് നമ്മൾ പരിചയപ്പെടുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് ആണ്. മലിനീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായങ്ങളെ 4 തരം തിരിച്ചിട്ടുണ്ട്: വൈറ്റ്, ഗ്രീന്, ഓറഞ്ച്, റെഡ് കാറ്റഗറി. മലിനീകരണ തോത് തീരെ കുറഞ്ഞവയെ വൈറ്റായും ഏറ്റവും കൂടിയവയെ റെഡുമായുമാണ് നമ്മൾ തരം തിരിച്ചിരിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് 2 തരം അനുമതികൾ നൽകി വരുന്നു: കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ്ഡ്, അതുപോലെ തന്നെ കൺസെന്റ് ടു ഓപ്പറേറ്റ് എന്നിവയാണ് അവ. സ്ഥാപനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കെട്ടിടം നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ സംരംഭകൻ ഓൺലൈനായിട്ട് കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് എന്ന അനുമതിക്കായി അപേക്ഷിക്കേണ്ടതാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചട്ടങ്ങൾ പ്രകാരം ആവശ്യമായ ദൂരപരിധികൾ പാലിക്കുന്ന പക്ഷം 5 വർഷത്തെ ഫീസ് ഒടുക്കി അനുമതി പത്രം കരസ്ഥമാക്കാവുന്നതാണ്. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയാൽ യന്ത്രസാമഗ്രികൾ സ്ഥാപിച്ചതിന് ശേഷം കൺസെന്റ് ടു ഓപ്പറേറ്റ് അനുമതിക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഈ അനുമതി ലഭിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അനുമതി കരസ്ഥമാക്കി സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ്. കാറ്റഗറി അനുസരിച്ച് ഗ്രീൻ, ഓറഞ്ച്, റെഡ് കാറ്റഗറിയിൽ പെടുന്ന സംരംഭങ്ങൾക്ക് 15, 10, 5 വർഷ കാലയളവിലേക്ക് അനുമതി ലഭിക്കുന്നതാണ്. വൈറ്റ് സംരംഭങ്ങൾക്ക് അപേക്ഷയിന്മേൽ ഒറ്റത്തവണ അനുമതി ലഭിക്കുന്നതാണ്. ഇനി ഇതിനായി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ഓൺലൈനായി മാത്രം kerala.pcb.nic.in എന്ന വെബ്സൈറ്റ് മുഖേനയോ അല്ലെങ്കിൽ www.ksift.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വൈറ്റ് വിഭാഗത്തിൽ വരുന്ന സംരംഭങ്ങൾക്ക് 500 രൂപ ഫീസ് മാത്രമേ വരുന്നുള്ളൂ. മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സംരംഭങ്ങൾക്ക് മൂലധന നിക്ഷേപത്തിന് അനുസൃതമായിട്ടാണ് ഫീസ് കണക്കാക്കപ്പെടുന്നത്. തിരിച്ചറിയൽ കാർഡ്, സ്ഥലത്തിന്റെ നികുതി റെസിപ്റ്റ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സൈറ്റ് പ്ലാൻ, 100 മീറ്റർ റേഡിയസ് പ്ലാൻ, അതുപോലെ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ അഫിഡവിറ്റ്, മെഷീനറി കൊട്ടേഷൻ, കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, പങ്കാളിത്ത സ്ഥാപനമാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നീ രേഖകളാണ് ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസിന് ബാധകമായി വരുന്ന വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റ് കാറ്റഗറിയിൽ വരുന്നതിന് കോമൺ ആയിട്ട് വരുന്നത് സോഡ നിർമ്മാണം, അക്ഷയ സെന്റർ, വസ്ത്ര നിർമ്മാണം, ഫോട്ടോസ്റ്റാറ്റ്, LED നിർമ്മാണം തുടങ്ങിയവ. ഗ്രീൻ കാറ്റഗറിയിൽ വരുന്നവയാണ് ആയുർവേദ ഉൽപ്പന്ന നിർമ്മാണം, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ബ്യൂട്ടി പാർലർ, ഫ്ലോർ മില്ല്, പൗൾട്രി ഫാം, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങിയവ. ഇനി ഓറഞ്ച് കാറ്റഗറിയിൽ വരുന്നതാണ് സ്പ്രേ പെയിന്റിംഗ്, ആയുർവേദ മരുന്ന്, ചിക്കൻ സ്റ്റാള്, പാൽ ഉൽപ്പന്നങ്ങൾ, മത്സ്യ സംസ്കരണം, ഐസ്ക്രീം നിർമ്മാണം, എംസാൻഡ്, പ്രിന്റിംഗ് പ്രസ് തുടങ്ങിയവ. റെഡ് കാറ്റഗറിയിൽ വരുന്നവയാണ് കോഴി മാലിന്യ സംസ്കരണം, പെയിന്റ് നിർമ്മാണം, കശാപ്പുശാല തുടങ്ങിയവ. അപ്പോൾ ഈ ഒരു PDF, സ്ക്രീനിൽ കാണുന്ന PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സംരംഭം ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ടും അതിനനുസരിച്ച് ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഏതൊക്കെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 പ്രധാനപ്പെട്ട ലൈസൻസും രജിസ്ട്രേഷൻസുമാണ് നോക്കിയത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ലൈസൻസുകളെയും രജിസ്ട്രേഷനുകളെയും പറ്റി പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ FSSAI വെച്ച് തുടങ്ങാം. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം എന്നാണ് മലയാളത്തിൽ നമ്മൾ ഇതിന് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും അതുപോലെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് ഇവയുടെ നിർമ്മാണം, സംഭരണം, വിതരണം, വിൽപ്പന, ഇറക്കുമതി എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട് പാലിക്കേണ്ട നിയമമാണിത്. ഈ നിയമപ്രകാരം ഭക്ഷ്യവ്യാപാരികൾക്കും ഭക്ഷ്യ ഉൽപാദകർക്കും വിതരണക്കാർക്കും ഇറക്കുമതിക്കാർക്കും നിർബന്ധിത രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് ആവശ്യമാണ്. കേക്ക്, പലഹാരങ്ങൾ, പായസം, അച്ചാർ പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ വീടുകളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ വിൽക്കുന്നതിനും വകുപ്പിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. വാർഷിക വിറ്റുവരവ് 12 ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾ രജിസ്ട്രേഷനാണ് എടുക്കേണ്ടത്. വാർഷിക വിറ്റുവരവ് 12 ലക്ഷം മുതൽ 20 കോടി രൂപ വരെയുള്ള സ്ഥാപനങ്ങൾ, സംസ്ഥാനത്തിനകത്ത് മാത്രം വിപണനം നടത്തുന്ന സ്ഥാപനങ്ങൾ, പ്രതിദിന ഉൽപാദനം 100 കിലോ അല്ലെങ്കിൽ 100 ലിറ്റർ അധികരിച്ചാൽ, പാലാണെങ്കിൽ 500 ലിറ്റർ പ്രതിദിന ഉൽപാദനം അല്ലെങ്കിൽ സംഭരണം കവിഞ്ഞവർ, കാറ്ററിംഗ് യൂണിറ്റുകൾ നടത്തുന്നവർ, ഇവരെല്ലാം സ്റ്റേറ്റ് ലൈസൻസ് ആണ് എടുക്കേണ്ടി വരിക. 20 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ളവരും കയറ്റുമതി ഇറക്കുമതി സ്ഥാപനങ്ങളും ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളും സംസ്ഥാനാന്തര വിപണനം നടത്തുന്നവർക്കും സെൻട്രൽ ലൈസൻസ് ആണ് ബാധകമായിട്ട് വരിക. ഇനി ഇതിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ഓൺലൈനായി മാത്രം foscos.fssai
www.ksif.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയോ അല്ലെങ്കിൽ www.ksift.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ വാർഷിക ഫീസ് വരുന്നത് ഒരു വർഷത്തേക്ക് 100 രൂപയാണ്. സ്റ്റേറ്റ് ലൈസൻസിന്റെ വാർഷിക ഫീസ് വരുന്നത് 2000 രൂപ മുതൽ 5000 രൂപ വരെയാണ്. സെൻട്രൽ ലൈസൻസിന്റെ വാർഷിക ഫീസ് വരുന്നത് 7500 രൂപയാണ്. ഫോട്ടോ, തിരിച്ചറിയൽ കാർഡ്, സ്ഥാപനത്തിന്റെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ലൈസൻസിന് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള ലൈസൻസ്, മെഡിക്കൽ ഫിറ്റ്നസ് എന്നിവ കൂടി അധികമായി നൽകണം. പരിശോധന ആവശ്യമില്ലാത്ത സ്ഥാപനങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിലും പരിശോധന വേണ്ട സ്ഥാപനങ്ങൾക്ക് 30 ദിവസം കൊണ്ടും FSSAI ലഭ്യമാക്കണം എന്നുള്ളതാണ് നിയമം വരുന്നത്. ബാധകമായ വ്യവസായങ്ങൾ, അതായത് ഈ ഒരു FSSAI ബാധകമായി വരുന്ന വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുടിവെള്ള നിർമ്മാണം, പലഹാര നിർമ്മാണം, ക്യാൻറ്റീന്, ഹോട്ടൽ, ഭക്ഷ്യ സംസ്കരണം, ഫ്ലോർ മില്ല്, ഓയിൽ മില്ല്, ഐസ് പ്ലാന്റ്, റൈസ് മില്ല്, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ റീപാക്ക് ചെയ്യുന്ന സംരംഭങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെയാണ് കോമൺ ആയിട്ട് ഈ ഒരു FSSAI ലൈസൻസ് എടുക്കാറ്. ഫുഡുമായി ബന്ധപ്പെട്ടുള്ള സംരംഭങ്ങൾക്കൊക്കെ ഇത് ഏറെക്കുറെ ആവശ്യമായി വരാറുണ്ട്. FSSAI രജിസ്ട്രേഷൻ നിങ്ങൾക്ക് അക്ഷയ മുഖേനയോ അല്ലെങ്കിൽ DIC മുഖേനയോ, അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പോലെ തന്നെയുള്ള യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതിലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് സ്വയം തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് GSTനെ പറ്റി അറിയാം. GST അഥവാ ചരക്ക് സേവന നികുതി വകുപ്പ് 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ള സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളും 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ള ഉൽപ്പന്ന മേഖല അല്ലെങ്കിൽ കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്കുമാണ് GST രജിസ്ട്രേഷൻ ബാധകമായി വരുന്നത്. എന്നാൽ സംരംഭകരുടെ ആവശ്യപ്രകാരം പ്രസ്തുത തുകയിൽ കുറവ് വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്കും GST എടുക്കാവുന്നതാണ്. അത് സ്വയം താല്പര്യത്തിൽ എടുക്കാവുന്നതാണ്. എല്ലാ സംസ്ഥാനാന്തര കച്ചവടം നടത്തുന്നവർക്കും അതുപോലെ ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങൾക്കും ഈ പരിധി പരിഗണിക്കാതെ തന്നെ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നോർമൽ, കോമ്പോസിഷൻ എന്നിങ്ങനെ 2 തരത്തിലാണ് GST രജിസ്ട്രേഷൻ നൽകി വരുന്നത്. ഇനി ഇതിനായി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ഓൺലൈനായി www.gst.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സൗജന്യമായി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാൻ കാർഡ്, ആധാർ കാർഡ്, കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശ രേഖ, സ്ഥാപനത്തിന്റെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. GST രജിസ്ട്രേഷൻ എടുക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ ലൈസൻസും അല്ലെങ്കിൽ രജിസ്ട്രേഷനെ പറ്റി അറിയാം. അളവുകൾ, അളവെടുക്കുന്ന ഉപകരണങ്ങൾ, അളവെടുക്കൽ രീതി എന്നിവയെല്ലാം നിർദ്ദേശിക്കുകയും അവ കൃത്യമായി നടപ്പിൽ വരുത്തുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് ഈ ഒരു വകുപ്പിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഉൽപ്പന്നം പാക്ക് ചെയ്ത് വിൽക്കുന്നവരെല്ലാവരും ഉൽപാദനം തുടങ്ങി 90 ദിവസങ്ങൾക്കകം ഈ ഒരു ലൈസൻസിനായിട്ട് അപേക്ഷിക്കണം. ഇനി അത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ഓൺലൈനായി മാത്രം LMOMS.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയോ അല്ലെങ്കിൽ www.ksif.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയോ നിങ്ങൾക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. തിരിച്ചറിയൽ കാർഡ്, ഫോട്ടോ, സ്ഥാപനത്തിന്റെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ, തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള ലൈസൻസ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രസ്താവന, കെട്ടിട നികുതി റെസിപ്റ്റ്, ഉൽപ്പന്നത്തിന്റെ വിശദാംശങ്ങൾ, കമ്പനിയാണെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, പങ്കാളിത്ത സ്ഥാപനമാണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് എന്നീ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ്.